ആദ്യം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ കേട്ടോ. മിക്സ് ചെയ്തെടുക്കുന്നു. സെയിം റിപ്പീറ്റ് അതർ സൈഡ്. പിന്നെ ഇത് നമുക്കൊരു ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിങ്ങനെ നന്നായിട്ട് സെറ്റാക്കി ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഉപ്പൊക്കെ ഉണ്ടല്ലോ, ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. കാരണം നമ്മൾ വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ അത് കാരണം ഈ ഒരു ഉപ്പും അതിൻ്റെ ഒരു ഫ്ലേവറും കുരുമുളകിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. ബീഫ് സ്റ്റീക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്രോക്കോളി, ക്യാരറ്റ്, കിഴങ്ങ്, ക്യാപ്സിക്കം, ഉള്ളി, പിന്നെ റോസ്മേരിയും തൈമും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്തത്, പിന്നെ കുറച്ച് ബട്ടർ. ഇത്രയും സാധനങ്ങൾ മതി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബീഫിൻ്റെ സ്റ്റീക്ക് അത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 3/4 മണിക്കൂറായി. അപ്പോൾ നമുക്കിനി നേരെ ഇത് പാനിലോട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. സ്റ്റീക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ ഈ സംഭവം അധികം വേവിക്കാതെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്തിരി അത്യാവശ്യം നല്ലൊരു വെൽ കുക്ക് ചെയ്തെടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. എന്നാലാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് കുക്കായി. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വെജിറ്റബിൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ ആദ്യം ഒഴിച്ചെടുക്കാം. ലേശം സോയാ സോസ് കുറച്ച് ഉപ്പൂടെ ഇട്ട് കഴിഞ്ഞാൽ കുക്കിലോട്ട് മാറ്റാം. 2 ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നല്ല സൂപ്പർ മണമാണ് കേട്ടോ. ആ റോസ്മേരിയിലും അതുപോലെ ആ ഹരിച്ചിൻ്റെയൊക്കെ മണം
നല്ലൊരു മണമാണ്. നമ്മുടെ സ്റ്റീക്ക് ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്കൊന്ന് ഡിഷ് ചെയ്യാം. അതാണ് അടുത്ത പരിപാടി. ഗാർലിക്കും സാധനങ്ങളും നമ്മുടെ വെജിറ്റബിൾ ഡിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ സെറ്റാക്കാം. ഫ്രണ്ട്സ് നമസ്കാരമുണ്ട്. നമ്മളെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കുക്കിംഗ് എല്ലാം കഴിഞ്ഞത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനും അതുപോലെ എൻഡിങ്ങും എല്ലാം ഒരുമിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് സ്റ്റീക്കാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെല്ലാം കറി വെച്ചെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ടീ ബോൺ സ്റ്റീക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് നല്ല വെൽ കുക്ക്ഡാക്കി റെഡി ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഉണ്ട്, പൊട്ടറ്റോ ഫ്രൈ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി വിശേഷം കൊണ്ടേ പറയാം. ഇവിടെ നമ്മൾ വെജിറ്റബിളും സാധനങ്ങളെല്ലാം ഇട്ട് നമ്മുടെ സ്റ്റീക്ക് അങ്ങ് മൂടിപ്പോയി. കുറച്ച് സോസ് ഒഴിക്കാം. ഒഴിക്കുക. ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. റോസ്മേരി, ഇവിടെ ഗാർലിക്ക്, എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിന് പൊറുക്കി സൈഡിലോട്ട് നോക്കിയിട്ട് വെജിറ്റബിൾ മീറ്റ് നല്ല കുക്കായിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല സെറ്റായിട്ടുണ്ട്. കുറച്ച് സോസിൽ നോക്കി കുറച്ച് വെജിറ്റബിൾസ് എല്ലാ സോസ് നോക്കി അടിപൊളി. പൊട്ടറ്റോ ഉണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചു നോക്കിയില്ല അല്ലേ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു പീസ് ഒപ്പിച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെന്നും പലതരത്തിലുള്ള മസാലകൾ ഇട്ടാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന് വേറൊരു അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഇതും നല്ല അടിപൊളി വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും സൈനിങ് ഓഫ്. ബൈ. ഇത് ഞാൻ കഴിച്ചു തീർക്കട്ടെ കേട്ടോ. പിന്നെ എന്നാ ഒരു പീസ് കഴിച്ചേ വേണ്ടേ? ഒരു പീസ് കഴിക്കേ. അടിപൊളി സാധനമാണ്. സൂപ്പർ. അടിപൊളിയല്ലേ? തീപ്പൊരി സാധനം. ആയ്